ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് അംഗീകരിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഓരോ സെക്കൻഡുകളും കഴിച്ചു കൂട്ടണമെന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തങ്ങളായ അമലുകൾ ചെയ്യുന്ന ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ തന്നെ വ്യത്യസ്തങ്ങളായ നിലപാടുകളെ സംബന്ധിച്ച് പല രൂപത്തിലുള്ള ഉപമകളിലൂടെ, ദൃഷ്ടാന്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഒരു മുഅ്മിനിന്റെ കർമ്മം അതെങ്ങനെയായിരിക്കണം? ഏതൊരു വിശ്വാസിയും ചെറുതോ വലുതോ ആയ ഒരു അമല് ചെയ്യുമ്പോൾ അവന് ആ അമല് ചെയ്യാൻ ഉണ്ടാവേണ്ട പ്രേരകം എന്തായിരിക്കണം? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സുന്ദരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ ലളിതമായി ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു ഉപമ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 265-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പറയുകയാണ്, വമസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവൻ്റെ റിസ്ഖായ സമ്പത്ത്. നമുക്കറിയാം, ഒരു സമ്പത്ത് പണമുണ്ടാക്കാൻ വേണ്ടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്നവരാണ് നമ്മൾ. ഒരുപക്ഷെ രാവിലെ സുബഹിക്ക് മുമ്പ് എണീറ്റു പോവുകയും രാത്രി ഒരുപാട് വൈകി വീട്ടിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന, അധ്വാനിക്കുന്ന, സമ്പത്തുണ്ടാക്കുന്ന ആളുകളുണ്ട്. ചെറുതും വലുതുമായ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നവർ നമുക്കിടയിലുണ്ട്. വലിയ സമ്പന്നരായ ആളുകളും സാധാരണ തട്ടിൽ ജീവിക്കുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. ഇവരെല്ലാവരും മനസ്സിലാക്കേണ്ടത് ആ സമ്പത്ത് മുഴുവനും അള്ളാന്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് എന്നാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ റിസ്ഖായ സമ്പത്ത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ സമ്പത്തിനെ ചിലവഴിക്കുന്ന ചില ആളുകളുണ്ട്. എങ്ങനെയാണ് സമ്പത്ത് ചെലവഴിക്കുന്നത്? അവർക്ക് ഉദാഹരണം പറയാൻ, വമസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും, സമ്പത്തിനെ ചിലവഴിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്? ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവർ, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ, സ്വതക്ക നൽകുന്ന ആളുകൾ. ഒരു മുഅ്മിനാണ്, ഒരിക്കലും അവൻ്റെ ചിന്ത ഞാൻ ഈ പണം നൽകുന്നതിലൂടെ എനിക്കൊരു നല്ല വാക്ക് കിട്ടണം, അവൻ വലിയ ധർമ്മിഷ്ഠനാണ്, അവനെ കണ്ടുപഠിക്കണം, അവൻ നല്ല സ്വതക്കകൾ നൽകുന്നവനാണ് എന്നൊരു വാക്ക് കിട്ടാനല്ല. അല്ലെങ്കിൽ ആളുകൾ പരിപാടി വെച്ച്, സദസ്സിൽ വെച്ച് ആളുകൾ പ്രശംസിക്കാനല്ല, ആരെങ്കിലും കാണുവാനോ ആരുടെ അടുക്കൽ നിന്നും എന്തെങ്കിലും കേൾക്കുവാനോ അല്ല. ഫ്ലെക്സ് വെച്ച് വലിയ ബോർഡുകൾ അങ്ങാടികളിൽ തൂക്കി ഞാൻ ഇത്ര സമ്പത്ത് ചെലവഴിച്ചു ഇന്ന ആവശ്യത്തിന് എന്ന് പറഞ്ഞ് ആരുടെയെങ്കിലും സൽകീർത്തി ലഭിക്കുവാനല്ല. നേരെ മറിച്ച് അവൻ സമ്പത്ത് ചെലവഴിക്കുന്നത്, നമ്മൾ സമ്പത്ത് ചെലവഴിക്കുന്നത്, സ്വതക്കകൾ നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടണം, ഈ ഒരു ലക്ഷ്യം.
എന്നിട്ടോ രണ്ടാമത് വീണ്ടും ഖുർആൻ പറയാണ് വതസ്ബീതം മിൻ അൻഫുസിഹിം, വതസ്ബീതം മിൻ അൻഫുസിഹിം, ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച മനസ്സോടെ കൊടുക്കണം. എങ്ങനെയാണ് സ്വതക്ക നൽകേണ്ടത്? എങ്ങനെയാണ് പണം മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കേണ്ടത്? ഒന്നാമത്തത് ഇബ്തിഗാഅ മർളാത്തില്ലാ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ചെലവഴിക്കുന്നത് എന്ന വിശ്വാസം വേണം. രണ്ടാമത്തെ വിശ്വാസം എന്താണ്? വതസ്ബീതം മിൻ അൻഫുസിഹിം, ഉറച്ച മനസ്സോട് കൂടി കൊടുക്കണം എന്ന് പറഞ്ഞ യഖീൻ വേണം നമ്മുടെ മനസ്സിൽ. ഈമാനോടെ ഇഹ്തിസാബോട് കൂടിയായിരിക്കണം നമ്മൾ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കേണ്ടത്. മഹാനായ ഇമാം ശഅബി റഹിമഹുല്ലാഹ് പറയാണ്, ഇതിനെ വിശദീകരിക്കുമ്പോൾ പറയാണ് തസ്ദീഖൻ വയഖീന. എങ്ങനെയാണ് ഒരു വിശ്വാസി സമ്പത്ത് ചെലവഴിക്കേണ്ടത്? ഒന്ന്, അവൻ സത്യപ്പെടുത്തലാണ്. എന്താണ് സത്യപ്പെടുത്തുന്നത്? അള്ളാഹു തന്ന റിസ്ഖ്, അള്ളാഹു തന്ന സമ്പത്ത്, ഈ സമ്പത്തിനെ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നു, അള്ളാഹ് പറഞ്ഞത് ഞാൻ സത്യപ്പെടുത്തുന്നു. രണ്ടാമത്തത് യഖീന് വേണം, ഉറച്ച വിശ്വാസം വേണം, ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി കൊടുക്കുമെന്ന വിശ്വാസം, എന്ന തീരുമാനം. എന്നിട്ട് ഇമാം ശഅബി റഹിമഹുല്ലാഹ് പറയാണ് വയഅലമൂന, ഒരു മുഅ്മിൻ സ്വതക്ക നൽകുമ്പോൾ അവനറിയാം അന്നമാ അഖ്റജു ഖൈറുൽ ലഹും മിമ്മാ തറകൂ, എനിക്ക് ഏറ്റവും ഖൈറായ എൻ്റെ സമ്പത്ത്, എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 50 ലക്ഷം ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഖൈറായത് ഞാൻ നൽകിയ 50 രൂപയാണ്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ. എൻ്റെ കയ്യിൽ ഞാൻ ഉപേക്ഷിച്ച് ഒരു സ്വതക്ക നൽകാൻ അവസരം വന്നപ്പോൾ 100 രൂപ എൻ്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ 50 രൂപ കൊടുത്തു. എന്നാൽ ഞാൻ തിരിച്ചറിയേണ്ടത് എനിക്ക് ഖൈറായത് എടുത്തു വെച്ച് ബാക്കി വെച്ച് 50 അല്ല, നേരെ മറിച്ച് എൻ്റെ അടുക്കൽ ഏറ്റവും ഖൈറായ സമ്പത്തായി മാറിയത് ഞാൻ നൽകിയ 50 ആണ് എന്ന വിശ്വാസം അവനുണ്ടാവണം. വഖീല, മറ്റു ചില അഭിപ്രായങ്ങൾ അലാ യഖീനിൻ ബിഇഖ്ലാസില്ലാഹി അലൈഹിം, അവൻ സമ്പത്ത് കൊടുക്കുമ്പോൾ, അവന് സ്വതക്ക നൽകുമ്പോൾ ഒന്നാമത് അവന് ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച മനസ്സോടെ കൂടി കൊടുക്കണം. മനസ്സില്ല മനസ്സോടെ കൊടുക്കാൻ പാടില്ല. ഇപ്പം എന്തായാലും കൊടുക്കേണ്ടതല്ലേ, ആണ് കൊടുത്തേക്കാം എന്ന മനസ്സോടെയല്ല, നല്ല മനസ്സോടെ കൊടുക്കണം. ബിഇഖ്ലാസില്ലാഹി അലൈഹിം, അതോടൊപ്പം തന്നെ ഞാൻ ഈ ചിലവഴിക്കുന്നതിനേക്കാളധികം എനിക്കെൻ്റെ റബ്ബ് പകരം നൽകുമെന്ന യഖീന് നമുക്ക് വേണം. ഞാൻ എത്ര കൊടുത്താലും എൻ്റെ റബ്ബ് അതിനേക്കാൾ എനിക്ക് നൽകും എന്ന ഇഖ്ലാസ് അത് നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ് അന്നഹും ദബഹു ശാതൻ, ഞങ്ങളൊരു ആടിനെ അറുത്തു, എന്നിട്ട് ഒരുപാട് ആളുകൾക്ക് അത് വിതരണം ചെയ്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബഖിയ മിൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ബഖിയ മിൻഹാ, ഇനി എന്താണ് ആ ആട് വിതരണം ചെയ്ത് ബാക്കിയുള്ളത്? ഖുൽതു, ഞാൻ പറഞ്ഞു മാ ബഖിയ മിൻഹാ ഇല്ലാ കത്ഫുഹാ, ഇനി ആടിന്റെ തോളിന്റെ ചില ഭാഗമല്ലാതെ അത് മാത്രമുള്ളൂ ബാക്കിയെല്ലാം സ്വതക്ക നൽകി കഴിഞ്ഞു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറയാണ് ബഖിയ കുല്ലുഹാ ഗൈറ കത്ഫിഹാ, റസൂലുള്ളാഹി പറയാണ് ബാക്കിയായത് നീ ആ കൊടുത്തത് മുഴുവനുമാണ്, ബാക്കിയാവാതെയുള്ളത് ആ നിന്റെ കയ്യിലുള്ള ആ ഒരു ആടിന്റെ കത്ഫിന്റെ ഭാഗം മാത്രമാണ്, ബാക്കിയെല്ലാം അത് ബാക്കിയായതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഖൈറായ സമ്പത്ത് ഏതാ? നമ്മുടെ കയ്യിലുള്ളതല്ല, അത് കൊടുത്തതാണ് എന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ബാക്കിയാവുള്ളൂ. നമ്മളൊരു 10,000 രൂപ ഒരു മാസം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 500 രൂപ ദീനിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി കൊടുത്താൽ ആ 500 ബാക്കിയുണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊന്നും നമ്മുടെ കയ്യിലുണ്ടാവുമെന്നല്ലാതെ അത് എന്നെന്നും ബാക്കിയാവുന്ന ഒരു സമ്പാദ്യമായി കണക്കിലെടുക്കില്ല എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം സമ്പത്ത് ചെലവഴിക്കുമ്പോൾ, നാം സ്വതക്ക കൊടുക്കുമ്പോൾ വതസ്ബീതം മിൻ അൻഫുസിഹിം, ഉറച്ച മനസ്സോട് കൂടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാൻ, നമ്മളെ നോമ്പ് തറാവീഹിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ആരെങ്കിലും നോമ്പെടുക്കുമ്പോൾ ഈമാനോടെ ഇഹ്തിസാബോടെ വിശ്വാസവും വേണം, പ്രതിഫലം ലഭിക്കുമെന്ന ആഗ്രഹവും വേണം, ഇങ്ങനെ നോമ്പെടുക്കണമെന്ന് പറയും. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് യുഅ്മിനു അന്നല്ലാഹ ശറഅഹു,
ഒന്നാമത്തെ ഈമാൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് നാം ചെയ്യുന്ന കാര്യം അത് അല്ലാഹ് ദീനായി പഠിപ്പിച്ചതാണ് എന്നൊരു വിശ്വാസം നമുക്ക് വേണം. രണ്ടാമത്തേത് വയഹ്തസിബു ഇൻദല്ലാഹി സവാബഹു, നാം ചെയ്യുന്ന കാര്യത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹം വേണം. നാം എന്തൊരു അമല് ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്ക് പ്രതിഫലം വേണം, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് എനിക്ക് പുണ്യം ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ ആയിരിക്കണം പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ടത്. നാം ഒരു സ്വതക്ക കൊടുക്കുമ്പോഴും അത് ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത്. മഹാനായ ഇമാം ജരീർ തബരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉൽ ബയാൻ എന്ന തഫ്സീർ വിശദീകരിക്കുകയാണ്. ഹസൻ റഹ്മഹുല്ലാഹ് പറയുന്നതായി, കാന റജുലു ഇദാ ഹമ്മ ബിസദഖത്തിൻ, ഒരു മനുഷ്യൻ സ്വതക്ക കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ തസബ്ബത്ത്, അവൻ ആദ്യം അത് അവന്റെ മനസ്സ് ഉറപ്പിക്കും. ഞാൻ സ്വതക്ക കൊടുക്കുകയാണ് എന്നുള്ളത് അവന്റെ ഹൃദയത്തിൽ ശരിക്കും അവൻ ഉറപ്പിക്കും. എന്നിട്ടോ ഫൈൻ കാന ലില്ലാഹ്, എന്നിട്ട് അവൻ ഉറപ്പ് വരികയാണ് ഞാൻ എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് എന്ന് അവൻ്റെ മനസ്സിൽ ഉറപ്പ് വരികയാണെങ്കിൽ അല്ലാഹ് അവനത് കൊടുക്കും. ഇനി വൈൻ ഖാലതഹു ശക്ക്, അവൻ്റെ മനസ്സിലൊരു സംശയം വരികയാണ്, ഞാനിത് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയായി പോകുമോ എന്നൊരു സംശയം, ഞാൻ ഈ സമ്പത്ത് കൊടുക്കുമ്പോൾ മറ്റുള്ള എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് എന്ന് തോന്നിയാൽ അംസക്, അവനതിന് ഉപേക്ഷിക്കുന്നതാണ്, അവനതിന് കൊടുക്കൂല. അങ്ങനെയായിരിക്കും ഒരു വിശ്വാസി എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സദക്ക കൊടുക്കാൻ നേരത്ത് തോന്നണം അല്ല അത് കുറേ ആളുകൾ കാണുന്നുണ്ട്, ഇപ്പൊ കൊടുത്താൽ ശരിയാവില്ല അതുകൊണ്ട് കൊടുക്കാതെ കീശിക്കനിട്ട് പോകണം എന്നതല്ല അതിവിടെ ഉദ്ദേശിച്ചത്. ഇമാം സലഫുകളെ കുറിച്ച് പറയുമ്പോൾ കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ ഒരു സലഫ് സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അങ്ങനെ ആ ഒരു മനുഷ്യൻ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി സലഫിയായ മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. ഉടനെ തന്നെ വീട്ടിലേക്ക് കയറിപ്പോയി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ വിളിക്കാമെന്ന മനുഷ്യൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടായിട്ടാണോ നിങ്ങൾ വീട്ടിൽ തന്നെ പോയത്? അപ്പൊ സലഫി പറയാണ്, അല്ല, ഞാൻ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ അത് ഉറച്ചിട്ടില്ല. ഞാൻ മയ്യത്ത് നിസ്കാരത്തിനാണ് പോകുന്നത്, എൻ്റെ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടാനാണ് പോകുന്നത് എന്നെൻ്റെ മനസ്സിലില്ല, എൻ്റെ മനസ്സിൽ ഉറച്ചിട്ടില്ല. അപ്പം ഞാൻ വീട്ടിലേക്ക് തന്നെ പോയി അവിടെ വെറുതെ ഇരിക്കായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സ് ഞാൻ മയ്യത്ത് നിസ്കാരത്തിനാണ് പോകുന്നത് എന്ന് പാകപ്പെട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് എന്നാണ്. നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ ഇങ്ങനെയാവണം. നമ്മളെ പള്ളി കഴിഞ്ഞ് അല്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ കടയിലേക്ക് അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒരു സ്വതക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു, ഏതായാലും പെട്ടുപോയല്ലോ, ഇനി കൊടുത്തേക്കാം, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഒന്ന് കാണട്ടെ, അല്ലെങ്കിൽ ഇതൊന്ന് തലേന്ന് പോയി കിട്ടട്ടെ എന്ന രൂപത്തിലല്ല നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തിട്ട് കാര്യമല്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ചില്ലറ കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ ചില്ലറ കൊടുക്കുന്നവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. അത് കൊടുക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെ മനസ്സിലെന്താ, ഈ ചില്ലറ പേഴ്സിൽ നിൽക്കൂല അല്ലെങ്കിൽ കീശയിൽ നിൽക്കൂല, അതുകൊണ്ട് ആ ബക്കറ്റുകൾ ഇടാം. ഇസ്ലാം പഠിപ്പിക്കണം, അതുകൊണ്ടൊരു കാര്യമില്ല. ആ സ്വതം കൊണ്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇതിലെങ്ങനെ പോകുമ്പോൾ ഇപ്പം എങ്ങനെ കൊടുക്കാതെ പോകുക, എന്തെങ്കിലും ഒരു 10 രൂപ കിടക്കട്ടെ അല്ലെങ്കിൽ 20 രൂപ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ബക്കറ്റിലിട്ട് പോവാ. ഇസ്ലാം പഠിപ്പിക്കണം. അള്ളാഹ് പറയണത് കാര്യമില്ല. അവിടെ എന്ത് വന്നിട്ടില്ല? നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിട്ടില്ല, നിങ്ങൾ കൊടുക്കാണ്, സ്വതക്ക കൊടുക്കാണ്, അള്ളാന്റെ പ്രതിഫലത്തിന് വേണ്ടി കൊടുക്കാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിട്ടില്ല, അതുകൊണ്ട് കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു രൂപ ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്നും മറുതാത്തില്ല. ഞാൻ എൻ്റെ റബ്ബിന്റെ തൃപ്തി കിട്ടാൻ കൊടുക്കണം. നമ്മൾ ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അവസരം ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കരുത്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമുക്ക് വലുതെങ്കിൽ കൊടുക്കണം. നമ്മൾ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കണം. രണ്ടാമത്തത് തസ്ദീഖൻ, അള്ളാഹു നൽകിയ സമ്പത്താണ്. ഒരൊറ്റ സെക്കൻഡ് മതി അതിനെ 0 റബ്ബ് കൊണ്ടുപോവാൻ. ആർക്കെങ്കിലും സംശയമുണ്ട് അതിൽ? പലപ്പോഴും അനുഭവിച്ചവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. ആ റബ്ബിന്റെ വാഗ്ദാനമാണ് നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഒരു മുഅ്മിനാണോ നിങ്ങൾ നൽകുമെന്ന്, നിങ്ങൾ സ്വതക്ക നൽകുമെന്ന്. ആ പറഞ്ഞതിനെ സത്യപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം. മൂന്നാമത്തെ തസ്ബീതൻ, ഉറച്ച മനസ്സോടെ എൻ്റെ റബ്ബിന് വേണ്ടിയാണ് കൊടുക്കുന്നതെന്ന മനസ്സോടെ നമ്മൾ കൊടുക്കണം. ഇങ്ങനെയാണ് ഒരു മുഅ്മിൻ സ്വതക്ക നൽകേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി ഇങ്ങനെ കൊടുത്താലോ, കമസലി ജന്നത്തിൻ ബിറബ്വ, നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ?
കമസലി ജന്നത്തിൻ ബിറബ്വ, റബ്വ കൊണ്ടുള്ള ഒരു തോട്ടമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്വർഗമല്ല, ജന്നത്ത് എന്ന് പറഞ്ഞാൽ തോട്ടാണ്. ജന്നത്തിൻ ബിറബ്വ എന്ന് പറഞ്ഞാൽ റബ്വ കൊണ്ടുള്ള ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന ധാരാളം വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ തോട്ടമാണ് ജന്നത്ത് എന്ന് പറഞ്ഞാൽ. വെറും ജന്നത്തല്ല, ബിറബ്വ എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്താ റബ്വ എന്ന് പറഞ്ഞാൽ? മഹല്ലൻ മുർതഫിഅൻ, നമ്മുടെ ഭൂമിയിൽ നിന്നും കുറച്ച് ഉയർന്ന സ്ഥലത്തിനാണ് പറയുക. ലാഹിൻ ലിശംസ്, സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം. ഫി അവ്വലിൻ നഹാരി വവസതിഹി വആഖിരിഹി, സൂര്യന്റെ തുടക്കത്തിലും അതിൻ്റെ മധ്യത്തിലും അതിൻ്റെ അവസാനത്തിലുമുള്ള മുഴുവൻ സൂര്യപ്രകാശവും ലഭിക്കുന്ന സ്ഥലം. കൃഷി ചെയ്യുന്നവർക്കറിയാം ഒരു കൃഷിക്ക് സൂര്യപ്രകാശം എത്രത്തോളം ഉപകാരമാണ് എന്ന്, ആവശ്യമാണ് എന്ന്. അങ്ങനെയുള്ള മഹല്ലുൻ മുർതഫിഉൻ, ഉയർന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് റബ്വ എന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിക്കുമ്പോൾ പറയാണ്, ആ റബ്വ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നെഹറുണ്ട്, ഒരു പുഴയുണ്ട്. അവിടേക്ക് ഒരു വെള്ളവും ഒഴുകിയെത്തൂല, കാരണം കുറച്ച് ഉയർന്ന സ്ഥലമാണ്. ആ ഉയർന്ന സ്ഥലത്ത് നിന്നാവട്ടെ അവിടെയുള്ള വെള്ളം എങ്ങോട്ടും പോവാതെ സുന്ദരമായ കൃഷിക്ക് യോഗ്യമായ ഒരു പ്രദേശത്തിനാണ് ജന്നാത്തിൻ ബിറബ്വ എന്ന് പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറയാണ്, അസ്വാബഹാ വാബിൽ, ആ കൃഷിക്കൊരു പ്രത്യേകതയുണ്ട്. ആ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കുത്തിച്ചൊരിയുന്ന സമ്പുഷ്ടമായ മഴ ലഭിക്കുന്ന ഇടമാണത്. ആലോചിക്കണം നമ്മൾ. അള്ളാഹു വിശദീകരിക്കാൻ സ്വതക്ക നൽകുന്ന, മർളാത്തില്ല, അള്ളാന്റെ തൃപ്തി ആഗ്രഹിച്ച് സ്വതക്ക നൽകുന്ന, ഉറച്ച മനസ്സോടെ എൻ്റെ റബ്ബിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്ന മനസ്സോടെ സ്വതക്ക നൽകുന്നതിന് ഉദാഹരണം എന്താണ്? ജന്നാത്തിൻ ബിറബ്വ, റബ്വ കൊണ്ടുള്ള തോട്ടമാണ്. ആ തോട്ടത്തിന്റെ പ്രത്യേകത ഉയർന്ന സ്ഥലത്തിൽ ഏറ്റവും നല്ല അനുയോജ്യമായ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ്. തീർന്നില്ല, അസ്വാബഹാ വാബിൽ, കൊത്തിച്ചൊരിയുന്ന സമ്പുഷ്ടമായ മഴ ലഭിക്കുന്ന ഇടമാണ്. എന്നിട്ടോ ഫആതത് ഉഖുലഹാ ലിഉഫൈനി, അങ്ങനെ നല്ല തോട്ടത്തിൽ സമ്പുഷ്ടമായ മഴ ലഭിച്ചു കഴിഞ്ഞാൽ അവന് ഇരട്ടിയായി ഫലം കൊഴിയാൻ കഴിയും. എന്ന് പറഞ്ഞാൽ സാധാരണ കൃഷിയിടത്തിൽ 2 വർഷം കൊണ്ട് ലഭിക്കുന്ന ലാഭം, ഫലങ്ങൾ ആ റബ്വയിൽ 1 വർഷം കൊണ്ട് അവന് ലഭിക്കും. എന്നിട്ട് വീണ്ടും ഖുർആൻ പറയാണ്, ഫഇല്ലം യുസിബ്ഹാ വാബിൽ, ഇനി ആ കോരിച്ചെരിയുന്ന മഴ ഇല്ല എന്ന് വെക്കട്ടെ, അത് അവിടെ ലഭിക്കുന്നില്ല എന്ന് വെക്കട്ടെ, ഫത്വൽ, അവിടെ ചാറ്റൽ മഴ എപ്പോഴും ഉണ്ടാവും. ഈ ഉദാഹരണങ്ങളുടെ വിശദീകരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ സമ്പുഷ്ടമായ മഴയും ചാറ്റൽ മഴയും എന്നുള്ളത്. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നല്ല തൃപ്തിയായ മനസ്സോടെ, നല്ല ചിന്തയോടെ, ഉറച്ച മനസ്സോടെ റബ്ബിന് വേണ്ടി സ്വതക്ക നൽകുന്നവനെ കുറിച്ച് ആലോചിക്കണം. അള്ളാന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണിത്. ഒരു മുഅ്മിന് ഇങ്ങനെയാണ്, അവൻ ഏതൊരു അമല് ചെയ്യുമ്പോഴും അവന് യഖീൻ ഉണ്ടാവും. അവിടെ അവന് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. എത്ര കൊടുക്കാൻ അവൻ തയ്യാറേക്കരം, എന്ത് നൽകാനും അവൻ തയ്യാറേക്കരം. സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി റസൂൽ സമ്പത്ത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ വലിയൊരു സമ്പത്ത് കൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നത്. റസൂൽ ചോദിച്ചു, അബൂബക്കർ തങ്ങളുടെ വീട്ടിൽ ഇനി എന്താ ബാക്കിയുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹും റസൂലും മാത്രമേ എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളൂ, വേറെ ഒരു അരിമണി എൻ്റെ വീട്ടിലില്ല എന്ന്. ആലോചിക്കണം നമ്മൾ. അവിടെയാണ് പറഞ്ഞത്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്ര വേണമെങ്കിലും നൽകും, അവനതൊരു പ്രശ്നമല്ല. കാരണം അവന് വേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ഇത് അള്ളാഹ് തന്നതല്ലേ, അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി അള്ളാഹ് തന്നതല്ലേ. ഈ ഒരു യഖീന്, ഈ ഒരു തസ്ബീത്ത്, ഉറച്ച മനസ്സ് നമുക്ക് വേണം. അല്ലാതെ ഞാനിനി ഒരു 100 കൊടുത്താൽ എനിക്കെന്തെങ്കിലും സംഭവിക്കോ, എൻ്റെ പൈസയിൽ നിന്ന് എന്തെങ്കിലും കുറയോ, ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇപ്പം എന്താ ചെയ്യുക? ഒരു 500 കൊടുത്താൽ 1000 റുപ്യ ഇപ്പം ഞാൻ പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടി ഒരു ആവശ്യം പറഞ്ഞ് വരുമ്പോൾ എൻ്റെ അടുത്ത് 1000 ഉണ്ട്, പക്ഷെ ഞാനത് കൊടുത്താൽ അത് പിശാച് തോന്നിപ്പിക്കുന്നതാണെന്ന് ഉലമാക്കൾ പറയാം. പിശാച് സ്വതക്ക നൽകാൻ നേരത്ത് മനസ്സ് തോന്നിപ്പിക്കാണ്, ഞാൻ ഇതിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ കുടുങ്ങോ എന്നൊരു പേടി പിശാച് തോന്നിപ്പിക്കാൻ. അപ്പം നമ്മൾ ഇങ്ങനെയല്ല കൊടുക്കുന്നത്, തസ്ബീത്തോടു കൂടി, ഉറച്ച മനസ്സോടു കൂടി ഞാൻ ഇത് കൊടുക്കുകയാണ്.
1,000 കൊടുക്കാൻ, ഒരു 100 രൂപ ആഴ്ചയിൽ ഞാനിതാ സ്വതക്ക നൽകാണ് എന്ന ചിന്തയോടെ കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവന്റെ സമ്പത്തിൽ കോരിച്ചൊരിയുന്ന മഴ ലഭിക്കുമെന്ന്. ഇതാണ് റബ്ബുവ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. 100 രൂപ കൊടുത്ത നിങ്ങൾക്ക് ഈ വർഷത്തിൽ 1,00,000 രൂപയാണ് ലാഭം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ അടുത്ത വർഷം 2 ലക്ഷം നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. ഇരട്ടി ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ, അവിടെ കൃഷി ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി ഫലം ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ അമല് ചെയ്യുമ്പോൾ ഒന്നാമത് ശർഇലുള്ളതാണ് അവൻ ചെയ്യുക. അല്ലാഹ് പറഞ്ഞ ദീനനുസരിച്ചുള്ളത് ചെയ്യും. അതിനെത്ര ത്യാഗം സഹിക്കാൻ അവൻ തയ്യാറാക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാരാ? ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ ഖിയാമുൽ ലൈൽ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. രാത്രി നമസ്കാരത്തിൻ്റെ ദീർഘമായ രാത്രി നമസ്കാരത്തെക്കുറിച്ച് വിശദമായി നമ്മൾ കേട്ടതാണ്. റസൂലിൻ്റെ കാലിൽ നീര് വരുമാറ് റസൂൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ്. നമുക്കൊരു പക്ഷെ പലയിടത്തും നിന്നിട്ട് നീര് വന്നിട്ടുണ്ടാവും, കാലിന് കടച്ചിൽ വന്നിട്ടുണ്ടാവും, കാലിന് വേദന വന്നിട്ടുണ്ടാവും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നമസ്കരിച്ചിട്ട് കാലിൽ നീര് വരുമാറ് റസൂൽ നിസ്കരിച്ചു എന്നാൽ സൂറത്തുൽ ബഖറ കഴിഞ്ഞു, സൂറത്ത് ആൽ ഇംറാൻ കഴിഞ്ഞു, സൂറത്ത് നിസാ കഴിഞ്ഞു. റസൂലിന്റെ ഒരൊറ്റ നിസ്കാരത്തിലാണ് പറഞ്ഞത്. തറാവീഹ് 11 നിസ്കാരത്തിൽ സൂറത്ത് ബഖറ മുഴുവൻ നമ്മൾ ഓതാറില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ നിസ്കാരത്തിൽ ബഖറയും ആൽ ഇംറാനും നിസാവും ഓതി തീർത്തിട്ടുണ്ട് എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരണം. എന്ത് ത്യാഗം സഹിക്കാനും പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവണം. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, ചരിത്രം വിശാലമാണ്, വിശദീകരിക്കാൻ സമയമില്ല. മുടന്തനായ സ്വഹാബിയാണ് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. ഷഹീദായ വ്യക്തിയാണ്. എങ്ങനെ ഷഹീദാവാ? യുദ്ധത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ യുദ്ധത്തിന് വേണ്ടി പോർക്കളത്തിലേക്ക് 1.5 കാലമായി മുടങ്ങി നടന്നതായിരുന്നു അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. അവിടെ വിഷയം കാലിൻ്റെ വേദനയായിരുന്നില്ല. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയം കാലിൻ്റെ 1.5 കാലോ അല്ലെങ്കിൽ മുടന്തോ ആയിരുന്നില്ല. അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ഒറ്റ ചിന്തയുള്ളായിരുന്നു, എനിക്ക് വേണ്ടത് എൻ്റെ റബ്ബിൻ്റെ തൃപ്തിയാണ്, സ്വർഗമാണ്. ഇതായിരിക്കണം നമുക്ക് വേണ്ടത്. ഈ ചിന്തയായിരിക്കണം നമുക്ക് വേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കാനാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് കഴിയേണ്ടത്. ഇനി വേണ്ട, ചില ആളുകൾക്ക് ഒരു സങ്കടം ഉണ്ടാവും, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉള്ളൂ, ഞാനിതെങ്ങനെയാ ചെലവഴിക്കുക, എൻ്റെ അടുത്താകെ കൊടുക്കാൻ ഒരു 100 രൂപ എനിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു ചെറുതാണെങ്കിൽ പോലും അവിടെയാണ് ഖുർആൻ പറഞ്ഞത് ഫത്വല്ല്, ചാറ്റൽ മഴ എന്ന് അത് ഉപമിച്ചല്ലോ. നീ കോരിച്ചൊരിയുന്ന മഴ അത്രത്തോളം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഫത്വല്ല്, നിങ്ങൾ കുറച്ച് കൊടുത്താൽ മതി. ആ ഒരു ചാറ്റൽ മഴ നിങ്ങളുടെ സ്വതക്കയിൽ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ഇരട്ടിയായി നിങ്ങളുടെ സമ്പത്തിന് വർധന ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കൊടുത്താൽ മതി, അതാ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ കൊടുത്താൽ മതി. അതെങ്ങനെ കൊടുക്കണം? മനസ്സറിഞ്ഞു കൊടുക്കണം. മനസ്സോടെയല്ല, കുടുങ്ങിയിട്ട് കൊടുക്കലില്ല, പ്രയാസപ്പെട്ടിട്ട് കൊടുക്കലില്ല. തസ്ബീതം മിൻ അൻഫുസിഹിം, മനസ്സറിഞ്ഞു കൊടുത്താൽ മതി. ഇതെനിക്ക് എൻ്റെ സമ്പത്തിൽ വർധനവുണ്ടാവാൻ കൊടുക്കുകയാണ്, ഇതെൻ്റെ റബ്ബിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടാൻ കൊടുക്കുകയാണ് എന്ന ചിന്തയോടെ കൊടുത്താൽ മതി. ഇരട്ടിയായി തരാമെന്ന് ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അല്ലാഹ് പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഒരു വിശ്വാസിക്ക് സംശയം ഉണ്ടാവില്ല. ഇനി ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ ചെയ്യുന്ന ഏതൊന്നാവട്ടെ, ബിമാ എന്തൊന്നാവട്ടെ, ബസീർ എല്ലാം അല്ലാഹ് കാണുന്നുണ്ട്. ഇത് പല ആയത്തുകളുടെ അവസാനത്തിൽ കാണാൻ സാധിക്കും. എന്താണ് ഇതിനെ വിശദീകരിക്കുന്നത് മുഫസ്സിരിങ്ങൾ എന്നറിയോ? ഫയഅലമു അമല കുല്ലി ആമിൽ, എല്ലാ പ്രവർത്തനം ചെയ്യുന്ന ആളുകളെയും അല്ലാഹ് അറിയും. വമസ്ദറ ദാലിക്കൽ അമൽ, അവനൊരു അമല് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സെന്താണെന്നും അല്ലാഹ് അറിയും. മനസ്സിലാക്കണം. നമ്മളൊരു 10 റുപ്യ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സെന്താണെന്ന് റബ്ബിനറിയും. ഈ ജുമയ്ക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആ റബ്ബിനറിയും. അതാണ് പറഞ്ഞത് വല്ലാഹു ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ ചെയ്യുന്നത് എന്തൊന്നാവട്ടെ അത് മുഴുവനും അറിയാം. നിങ്ങളെക്കുറിച്ചും റബ്ബിനറിയും. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ മനസ്സെന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും റബ്ബിനറിയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കാട്ടിക്കൂട്ടലുകളായി മാറരുത് നമ്മുടെ ഒരു അമലും.
എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരവസ്ഥയിലേക്കല്ല നമ്മുടെ അമലുകൾ മാറേണ്ടത്. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഈമാൻ വേണം, ഇഹ്തിസാബ് വേണം, പ്രതിഫലം ലഭിക്കണമെന്ന ചിന്ത വേണം, യഖീൻ വേണം, തസ്ബീത്ത് വേണം, ദൃഢമായ മനസ്സ് വേണം, തസ്ദീഖ് വേണം, അള്ളാഹനെ സത്യപ്പെടുത്തലാണെന്ന ചിന്ത വേണം. ഇങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ അമലും ചെയ്യേണ്ടത്. കേവലം സദഖ മാത്രമല്ല, എല്ലാ അമലുകളും, നിസ്കാരമാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, സദഖയാവട്ടെ, എന്തമലാവട്ടെ ഈ പറയുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ചെലവഴിക്കേണ്ടത്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയാം, മനുഷ്യരിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ധാരാളം ആളുകളുണ്ട്, പക്ഷേ അവരുടെ മുഴുവൻ ചെലവഴിക്കലുകളും നഷ്ടപ്പെട്ടു പോയി. അള്ളാഹ് നമ്മളെ ഇത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ആയത്തിന്റെ തൊട്ടുമുഖത്തിലത്തെ ആയത്തുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്, പക്ഷെ ആ ചെലവഴിക്കുന്നത് കൊണ്ട് ഒരു നേട്ടവും നമുക്കില്ലാത്ത ചില ആളുകളുണ്ട്. ആരാണ് ഒന്നാമത്തെ ആളുകൾ എന്നറിയോ? അവൻ ചെലവഴിക്കുന്നത് അള്ളാഹിന്റെ തൃപ്തി കിട്ടാനല്ല. നാളിക്കണം നമ്മൾ ഒരുപാട് സ്വതം കൊടുത്തിട്ടുണ്ട്, പള്ളിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദീനിന് വേണ്ടിയോ, നന്മയുടെ അസുഖങ്ങളായിക്കൊണ്ട്. നമ്മുടെയൊക്കെ പരിസരത്ത് ഒരുപാട് ആളുകളുണ്ട്, അസുഖങ്ങൾ വന്ന്, മാറാരോഗങ്ങൾ വന്ന്, പെട്ടെന്നുള്ള അസുഖങ്ങൾ വന്ന്. കഴിഞ്ഞൊരു ഖുത്ബയിൽ നമ്മളങ്ങനെ സൂചിപ്പിച്ചിരുന്നു, ഒരു വീട്ടിലെ 1, 2, 3 കുട്ടികൾക്ക് ക്യാൻസർ, മജ്ജ മാറ്റി വെക്കണം, പെട്ടെന്ന് കോടികളുടെ ചെലവ്. നമ്മുടെ ഈ പരിസരങ്ങളിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി പ്രിയപ്പെട്ടവരെ, ഒരുപാട് അസുഖങ്ങളുള്ളവരെ കാണാൻ സാധിക്കും, സമ്പത്ത് ആവശ്യമുള്ളവരെ കാണാൻ സാധിക്കും. അവർക്ക് മനസ്സറിഞ്ഞ് ഒരു 100 രൂപ നമുക്കൊന്ന് മാറ്റി വെക്കാൻ കഴിഞ്ഞാൽ മതി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി. അല്ലാതെ പോസ്റ്റർ അടിച്ച് നാളെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഇതാ ഇന്ന കമ്പനിയുടെ ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന കുടുംബത്തിലെ ഇന്ന വ്യക്തി ഇത്ര രൂപ, 10,000 രൂപ, 1,00,000 രൂപ ഇന്ന ധനസഹായത്തിലേക്ക് വെച്ചു കൊടുത്തു അല്ലെങ്കിൽ മാറ്റിവെച്ചു എന്ന ഒരു ചിന്തയല്ല. അല്ലെങ്കിൽ ആളുകൾ ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ ഇപ്പം എന്താ പറയുക, അതെനിക്ക് മോശമാണ്, അവിടെ ഒരു 100 രൂപ കൊടുക്കാം. ഇന്ന ആള് 1000 രൂപ കൊടുത്തിക്കണോ, അപ്പം ഞാനൊരു 500 കൊടുക്കാക്കണം, മോശമാണ്. പാടില്ല, ഒരു കാര്യം അതുകൊണ്ടില്ല. ആ പൈസ പോയി കിട്ടുന്നുള്ളൂ, അല്ലാതെ ഒരു നേട്ടം നമുക്കില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് നമുക്ക് ചെലവഴിച്ചത് ഉപകാരപ്പെടാതെ പോവുക, നഷ്ടപ്പെട്ടു പോവുക. ഒന്നാമത്തെ ആളാരാണ്? അള്ളാഹിന്റെ തൃപ്തിയല്ല, മറ്റെന്തോ ചിന്തയോടെ കൊടുക്കുക. ഇനി രണ്ടാമത്തെ ആളെ നമ്മൾ സൂക്ഷിക്കണം. ഒന്നാമത്തെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അള്ളാഹിന്റെ തൃപ്തി മനസ്സിൽ വിചാരിക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും, ഇപ്പൊ കൊടുക്കണോ വേണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ കൊടുത്താൽ ശരിയാവോ, ഇപ്പൊ എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇത് കൊടുക്കണോ, ഇങ്ങനെ ഒരു ചിന്ത വരൂലേ? ആ ഒരു ചിന്ത മതി നിങ്ങൾക്ക് നിങ്ങൾ ചെലവഴിച്ചത് നഷ്ടപ്പെട്ടു പോകാൻ. ആലോചിക്കുക, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്, ചിലപ്പോൾ നമ്മളിങ്ങനെ പോക്കറ്റിൽ നിന്ന് പൈസ ഇടാൻ വേണ്ടി നോക്കുമ്പോൾ 50 രൂപയൊക്കെ നമ്മൾ ചിന്തിക്കും, ഇപ്പം 50 കൊടുക്കണോ വേണ്ടേ, ഇപ്പം ഏതായാലും കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തില്ല? തസ്ബീതൻ മിൻ അൻഫുസിഹിം, തസ്ബീതൻ മിൻ അൻഫുസിഹിം, ഉറച്ച മനസ്സില്ല, നമ്മളെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോയി അവിടെ. അതാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ, സ്വതക്ക കൊടുക്കണം, മനസ്സറിഞ്ഞു കൊടുക്കണം, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കണം. ഇമാം ബഗവി റഹ്മത്തുള്ളാഹി പറയാണ്, വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്നതുകൊണ്ട് റബ്ബ് ഉദ്ദേശിച്ചത് വഅദിൻ വ വഈദ്, ഒന്ന് വാഗ്ദാനമാണ്, ഒന്ന് താക്കീതാണ്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, ഞാൻ എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വാഗ്ദാനമാണ്. നിങ്ങൾ ധൈര്യത്തോടെ കൊടുത്തോളി, ഞാൻ കാണുന്നുണ്ട്, എനിക്കറിയാം നിങ്ങളുടെ മനസ്സെന്താണെന്നുള്ളത്, നിങ്ങൾക്ക് ഞാൻ തരാം. അള്ളാന്റെ വാഗ്ദാനമാണ്, ഞാൻ കാണുന്നുണ്ട് മനുഷ്യരെ, നിങ്ങൾ ധൈര്യത്തോടെ ചെലവഴിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ പരലോകത്ത് തരാം, നിങ്ങൾക്ക് ദുനിയാവിൽ നിങ്ങളെ സമ്പത്ത് ഇരട്ടിയാക്കി തരാം. രണ്ടാമത്തേത് താക്കീതാണ്, നിങ്ങൾ കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ മനസ്സ് എനിക്കറിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ നീയത്ത് എന്താണ്, നിങ്ങൾക്ക് തസ്ബീത്ത് ഉണ്ടോ ഇല്ലേ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ ഇല്ലേ, എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് കൊടുക്കുമ്പോൾ അത് മര്യാദയ്ക്ക് ശരിയാക്കി നല്ല രൂപത്തിൽ കൊടുത്തോളി എന്ന 2 വഅദും വഈദുമാണ്, താക്കീതും വാഗ്ദാനവുമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇതിലൂടെ പറഞ്ഞതെന്ന് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി പറയും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ചെലവഴിക്കാം. റബ്ബ് നൽകിയതാണ് സമ്പത്ത്, ആ സമ്പത്ത് ചെലവഴിച്ചാൽ അത് ഇരട്ടിയായി കിട്ടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരായി നമ്മൾ മാറുക. അള്ളാഹ് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ
ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്ത് അത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നല്ല ഉറച്ച മനസ്സോടുകൂടി ചെലവഴിക്കാൻ കഴിയുന്നവരായി നമ്മൾ മാറണം. സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി ബിസിനസ്സുകൾ നടത്തുന്നവരാണ്. ആ ബിസിനസ്സുകളിൽ പുതിയ പുതിയ അപ്ഡേഷനുകൾ കൊണ്ടുവരുന്നവരാണ്. എന്നാൽ പലപ്പോഴായും നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരാൻ മറക്കുന്ന ഒരു അപ്ഡേഷനാണ് സ്വതക്ക എന്ന് പറയുന്നത്. കഴിയുന്ന അവസരങ്ങളിലൊക്കെ സ്വതക്ക നൽകണം. ആ സ്വതക്ക നമ്മുടെ സമ്പത്തിനെ ഇരട്ടിയാക്കി മാറ്റുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നുണ്ട്. അതാണ് സമ്പത്ത് വർദ്ധിക്കാനുള്ള, സാമ്പത്തികമായി നമുക്ക് ഉന്നതിയിലെത്താനുള്ള വലിയ മാർഗം. അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക, അതിനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. ഇപ്പം നമ്മുടെ ഈ പള്ളിയിൽ തന്നെ ധാരാളം സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ധനസഹായവുമായി ഒരുപാടായി വരാറുണ്ട്. ചികിത്സാ സഹായമാണ് അതിൽ കൂടുതലും വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. ഞാൻ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. പല രൂപത്തിലുള്ള സഹായങ്ങൾക്ക് വേണ്ടി വരാറുണ്ട്. നമ്മൾ ഒരുപാട് പണം ചെലവഴിക്കുന്നവരാണ്. ഒരുപാട് സമ്പത്ത് പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ കൊടുക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടുന്ന് എല്ലാ ദിവസവും ഇറങ്ങിപ്പോകുമ്പോൾ ബക്കറ്റിൽ പണിടാറുണ്ട്. പക്ഷെ നോക്കുമ്പോൾ വളരെ സങ്കടമാണ്. 10 രൂപ 20 രൂപ അല്ലെങ്കിൽ എന്തെങ്കിലും കോയിനുകളാണ് നമ്മൾ ഇട്ടു പോകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര സമ്പത്ത് നമ്മുടെ അടുത്തുണ്ട്, എന്തൊക്കെ പണമുണ്ട് നമ്മുടെ കയ്യിൽ, ഏതൊക്കെ രൂപത്തിൽ പണം അയക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി തോറും 10 ഉള്ളൂ, ഗൂഗിൾ പേ സംവിധാനങ്ങളുണ്ടല്ലോ. പറയാനുള്ളത്, ഒരു ദിവസം 20 രൂപ മാറ്റി വെച്ചാൽ ഒരാഴ്ചയിൽ പ്രിയപ്പെട്ടവരെ 100 രൂപ നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ബക്കറ്റിലേക്ക് നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ 100 രൂപ, ആഴ്ചയിൽ ഒരു 100 രൂപ ഇടാൻ കഴിയാത്തതൊന്നും ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 100 രൂപ എല്ലാ വെള്ളിയാഴ്ച വരുമ്പോൾ മനസ്സിൽ കരുതുക, പോക്കറ്റിൽ കരുതുക. ഈ ആഴ്ച എല്ലാ ആഴ്ചയിലും 100 അതിൽ കൂടുതലോ രൂപ നമ്മൾ ഈ ഒരു ബക്കറ്റിലിട്ടാൽ അതിലൂടെ നമുക്ക് ആ 100 അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് 200 ആക്കി റബ്ബ് മാറ്റിത്തരും. ഈ വിശ്വാസം നമുക്കുണ്ടായാൽ മതി. ഇതിപ്പോൾ പറഞ്ഞല്ലോ, ഇനി കൊടുക്കാതെ വെക്കാനും വയ്യ, ആ രൂപത്തിൽ കൊടുക്കണ്ട. അങ്ങനെ കൊടുത്തോണ്ട് നിങ്ങൾ ആ പൈസ പോയി കിട്ടുന്നല്ലാതെ വേറൊരു മെച്ചമല്ല. അതുകൊണ്ട് എല്ലാവരും, ഇന്ന് മാത്രമല്ല ഇനി മുതൽ അങ്ങോട്ട് കഴിയുന്ന മുഴുവൻ നമ്മുടെ സമ്പത്തിൽ നമുക്ക് കഴിയുന്ന ഒരു സമ്പാദ്യം, ഒരു സ്വതക്ക ദീനിന് വേണ്ടി എന്ന രൂപത്തിൽ, പ്രത്യേകിച്ചും സാധാരണക്കാരായ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, കഷ്ടപ്പെട്ട് ഞെരുക്കം അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അസുഖം വന്ന് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നരകിച്ച് ജീവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. അവർക്ക് എത്തിച്ചു കൊടുക്കാൻ, അതേപോലെ അവർ സഹായവുമായി നമ്മുടെ അടുക്ക വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, കൊടുക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കാണ്. എന്നാൽ നമ്മളെല്ലാവരും ഈ ആഴ്ചയിൽ കൂടുന്ന ആളുകൾ മുഴുവനും 100 രൂപ വെച്ച് ആ ബക്കറ്റിലിട്ട് എല്ലാ ആഴ്ചയിലും 100 രൂപ വെച്ചിട്ടാൽ നമ്മുടെ കയ്യിലൊരു സമ്പാദ്യം ഉണ്ടാവും. ആ സമ്പാദ്യം ഉപയോഗിക്കുന്ന വേറൊരാവശ്യത്തിനല്ല, ഇത്തരം പാവപ്പെട്ട നിരന്തരായ ഇത്തരം രോഗികളായി വരുന്ന ആളുകൾക്കും പ്രയാസം അനുഭവിച്ച് സഹായത്തിന് വരുന്ന ആളുകൾക്ക് വേണ്ടി സ്വതക്ക നൽകാനാണ്. അതുകൊണ്ട് മറക്കണ്ട, ഇന്നു മുതൽ നമ്മൾ ഇനി പോകുമ്പോൾ എല്ലാ ആഴ്ചയിലും ഇവിടെ സ്ഥിരമായി വരുന്നവർ, യാത്രക്കാരായി വരുന്നവരുണ്ട്, നമ്മൾ 100 രൂപ വെച്ചുകൊണ്ട് എല്ലാ ആഴ്ചയിലും ഇവിടുത്തെ കളക്ഷനിൽ ഈ ബക്കറ്റിൽ നിക്ഷേപിക്കണം. കഴിയാത്തവർക്ക് ഗൂഗിൾ പേ സംവിധാനങ്ങളുടെ QR കോഡൊക്കെ അവിടെ പരിസരങ്ങളിലുണ്ട്, ഇവിടെ തന്നെയുണ്ട്. അതിലേക്കായാലും വേണ്ടിയില്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ആത്മാർത്ഥമായി നൽകാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ തയ്യാറാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേ ബാക്കിയാവുള്ളൂ. ഞാൻ അവസാനിപ്പിക്കണം, അതേ ബാക്കിയാവുള്ളൂ, വേറൊന്നും ബാക്കിയാവില്ല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താ നോക്കിക്കോളി എന്നാണ് ഖുർആൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ ഒരു വീട്ടിലെ 4 കുട്ടികൾ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ വാർത്ത നമ്മൾ കേട്ടതല്ലേ. എപ്പോഴാണ്, എങ്ങനെയാണ് മരിക്കുക, എന്താണ് മരണം, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഏത് നിമിഷവും മരണപ്പെട്ട പിന്നെ ബാക്കിയാവുന്ന ഏതാനും ചിലതുള്ളൂ. അതിലൊന്ന് അമലു സ്വാലിഹാത്താണ്, സൽക്കർമ്മങ്ങളാണ്. ആ സൽക്കർമ്മങ്ങളിൽ ബാക്കിയാവുന്നത് നാം കൊടുക്കുന്ന സ്വതക്കകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സ്വതക്കുകളൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ എന്ന് ഓർമ്മ നമുക്ക് ഉണ്ടായിക്കൊണ്ട് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി നൽകുന്നവരായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.